ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാനൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സ്നാക്ക് റെസിപ്പിയാണിത്. ഇതിൻ്റെ പേരാണ് പനിയാരം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ പനിയാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ദോശ ഇഡ്ഡലി മാവാണ്. 2 കപ്പ് ദോശ ഇഡ്ഡലി മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും ഒരു അര തക്കാളിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ, അതായത് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. കഴിയുന്നതും കോക്കനട്ട് ഓയിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് സൺഫ്ലവർ പോലത്തെ ഓയിലിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആദ്യം സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറിയ ഫ്ലേവർ ഒന്ന് കിട്ടിയാൽ മതി. അതിലേക്ക് ചെറിയുള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ സവോള പ്രിഫർ ചെയ്യുന്നില്ല. കഴിയുന്നതും ചെറിയുള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അത് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കിതിലേക്ക് ക്യാരറ്റും ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കന് പകരം നമുക്ക് ബീഫോ അല്ലെങ്കിൽ മുട്ടയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മുട്ട പൊരിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു ഡ്രൈ മസാലയൊക്കെയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ചെറിയുള്ളിയുടെയും തക്കാളിയുടെയും ആവശ്യമില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം കുക്കിംഗ് ടൈം ഇല്ല. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതുപോലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മസാല ആയിട്ടാണ് നമ്മളിതിന് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ചിക്കൻ മസാല നമ്മൾ ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഇഡ്ഡലി ദോശ മാവാണ്. അപ്പോൾ നല്ല പതയുള്ള ഇഡ്ഡലി ദോശ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മാവ് തന്നെ എടുക്കണം. ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ ഇങ്ങനെയാണ് ഇരിക്കുക. ഒരുപാട് വാട്ടറി അല്ല, എന്നാൽ ഭയങ്കര കട്ടിയല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിതിന് ചുട്ടെടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു സ്പൂൺ വീതം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ഇതിലും നമുക്ക് ചിക്കൻ്റെ പീസ് നന്നായി കിട്ടാൻ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് കാണാൻ പറ്റും ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഒത്തിരി എണ്ണയുടെ ആവശ്യം നമുക്കില്ല. കുറച്ച് എണ്ണ മാത്രം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ബാറ്റർ എല്ലാം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ മുകളിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അപ്പം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു സൈഡിൽ നന്നായി വെന്തിട്ടുണ്ട്, മോൾഭാഗം അത്ര കുക്കായിട്ടില്ല. ആ സമയത്ത് നമ്മൾ പതുക്കെ ഒരു വുഡൻ സ്ക്യൂർ വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. സൈഡ് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മോൾഭാഗം വെന്തിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്താണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചറിൽ ഇത് നന്നായിട്ട് കുക്കായി വരും. വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകമായി എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈവനിങ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ചിൽ 12 എണ്ണം ചുട്ട് തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു 2 കപ്പ് ബാറ്ററിൽ 12 സെറ്റിൻ്റെ 2 സെക്ഷനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 24 പനിയാരാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്.
രണ്ടാമത്തെ ബാച്ചിലും ഇതുപോലെ തന്നെ കുറച്ച് എണ്ണ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ സ്പൂൺ വീതം ബാറ്ററും ചിക്കൻ്റെ പീസും കൊള്ളാൻ പാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കുക. ഇത് അടച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം മുകളിൽ എണ്ണ കുറച്ച് തെളിച്ച് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. എനിക്ക് ഒത്തിരി പേര് കമൻ്റായിട്ട് അയക്കുന്നത് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കാനാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആൻഡ് സിമ്പിളായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ തന്നെ ഇതിന് ഇൻഗ്രീഡിയൻസ് മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് എല്ലാം എനിക്ക് എഴുതി അറിയിക്കണം. അതുപോലെ ഇനി ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് മാത്രമല്ല ലൈക്കും എനിക്ക് തരണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം.